ഈ പയ്യന്റെ പേരാണ് വൈഭവ് സൂര്യവംശി. ഇവൻ ഒരു ബീഹാറുകാരനാണ്. ഇവന്റെ വയസ്സ് എന്ന് പറയുന്നത് 13 മാർച്ച് 27, 2011 ഇവൻ ജനിക്കുന്നത്. മറ്റൊരു ഷോക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ 2025 IPL മത്സരിക്കാൻ പോകുന്നു. അതും രാജസ്ഥാൻ റോയൽസ് ഇവനെ ലേലത്തുകയായിട്ട് 1,10,00,000 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അതിന് മാത്രം എന്ത് ടാലന്റ് ആണ് ഈ പയ്യന് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബോൾ ചെയ്യുന്നത് നമ്മുടെ കൃണാൽ പാണ്ഡ്യയാണ്, നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ സഹോദരൻ. ആളുടെ പന്ത് പിടിച്ചിട്ടാണ് ഇതേപോലത്തെ പവർ ഹിറ്റിംഗ് സിക്സ് അടിക്കുന്നത്. സോ ഒരു പവർ ഹിറ്റിംഗ് സിക്സ് അടിക്കാനുള്ള ഒരു സ്കില്ല് കണ്ടുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ഇത്രയ്ക്കും രൂപയ്ക്ക് ഇവന് വാങ്ങിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല റീസെന്റ് ആയിട്ട് നടന്ന ഒരു അണ്ടർ-19 ഒരു മത്സരം ഉണ്ടായിരുന്നു, നമ്മുടെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഒരു മത്സരം നടന്നത്. 58 പന്തിലാണ് അവൻ 100 അടിക്കുന്നത്. അതേപോലെ ഇവന്റെ 12ാമത്തെ വയസ്സിലും 11 വയസ്സിലൊക്കെ ഇവൻ കളിച്ചിട്ടുള്ള എല്ലാ ടൂർണമെന്റുകളിലും ഇവൻ തന്നെയായിരിക്കും ടോപ്പ് സ്കോറർ. അത്രയ്ക്കും നല്ലൊരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ല് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ചെറിയ പയ്യൻ, 13 വയസ്സുള്ള ഒരു പയ്യൻ. സോ ഇവൻ ഈ ഒരു IPL ആരൊക്കെ പന്താണ് പിടിച്ചടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവന്റെ ആ ഒരു ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പോയാലും ഈ ഒരു പയ്യന് അവന്റെ കോൺഫിഡൻസും അവന്റെ ആ ഒരു നെറ്റിലെ പ്രാക്ടീസും ഒക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒരു പയ്യന് അവസരം കൊടുക്കും എന്ന് തന്നെയാണ് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായിരുന്നാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. കാരണം അവിടെ കളിക്കാൻ എബിലിറ്റീസ് ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഓൾറെഡി ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലുണ്ട്. സോ വൈഭവിന് ഒരു ചാൻസ് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ രാജസ്ഥാൻ റോയൽസിന് ഒരു പുതിയൊരു ന്യൂസ് അവരുടെ ഒരു മാനേജ്മെന്റ് പുറത്തോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് ഒരു ലെഗ് ഇഞ്ചുറി ഉണ്ടായിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഒരു മാച്ചിൽ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആകും. സോ മേ ബി ഫസ്റ്റ് 2-3 മത്സരങ്ങളൊക്കെ മിസ്സാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് അവർ. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. രാഹുൽ ദ്രാവിഡ് എത്രയും പെട്ടെന്ന് രാജസ്ഥാൻ ടീമുമായിട്ട് ജോയിൻ ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ മറ്റൊരു ചോദ്യം വയ്ക്കുകയാണ് വൈഭവിന് ഈ ഒരു 2025 IPL അവന് ഒരു സ്റ്റാർട്ടിംഗ് ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.